Guys, welcome back to another video. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തത് മലമ്പുഴ ഡാമിൻ്റെ അടുത്താണ്. അതായത് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് 2 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ് അതായത് ഫസ്റ്റ് വേവ് കഴിഞ്ഞതിന് ശേഷം ആ ലോക്ക്ഡൗൺ മാറിയതിന് ശേഷമുള്ള ടൈമിൽ മലമ്പുഴ ഡാം കാണാൻ പോയ സമയത്തുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടില്ല, എന്തെല്ലാമാണ് ഇല്ലാത്തതെന്നൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇങ്ങോട്ട് ഫസ്റ്റായി തന്നെ കാണുന്നത് നമ്മുടെ ഗാർഡനാണ്. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഗാർഡനാണ്. ഒരുപാട് ഗാർഡനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ കൊറോണൻ്റെ ആ ഒരു ഫസ്റ്റ് വേവ് കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വർക്കേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗാർഡനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കളെല്ലാം തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള ഗാർഡനൊക്കെ ഒന്ന് മൊത്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാം. ആദ്യം
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പാർക്കാണ്. ഇതെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് കൊറോണൻ്റെതായത് കൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശനമൊന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ചടക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അവരൊക്കെ മെയിനായിട്ട് ഈ പാർക്കൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇതിലൊന്നും കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടാകും. ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ വന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റേ നെല്ലിയാമ്പതിയുടെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആദ്യം നെല്ലിയാമ്പതി പോയിട്ട് അന്ന് തന്നെയാണ് ഇങ്ങോട്ട് മലമ്പുഴ ഡാമിൻ്റെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് വെയിലാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എത്ര കാണുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെയുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകണം. നമ്മുടെ അതായത് ഞാൻ മലപ്പുറത്താണുള്ളത്. എനിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് മലമ്പുഴയ്ക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് ടൂറിസം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ആ കാണുന്നതാണ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. ഭംഗിയുള്ളൊരു ഡാമാണ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം നടന്ന് കയറിയിട്ട് അതിൻ്റെ മുകളിൽ എത്തണം. എന്നാലേ അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളും ആ ഡാമൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡാമിൻ്റെ മുകളിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയും അതുപോലെ തന്നെ നല്ല കുളിരോട് കൂടിയിട്ടുള്ളൊരു കാറ്റെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ വന്ന നല്ല രീതിയിൽ തന്നെ, അതായത് നെല്ലിയാമ്പതി പോയപ്പോഴും അതുപോലെ തന്നെ മലമ്പുഴ ഡാമിന് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രകൃതിപരമായിട്ടുള്ള നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കയറി വന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ ഒന്നുപാടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇനി അതുപോലെ തന്നെ ഒരു റോപ്പ് വേയും അതേപോലെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൊറോണൻ്റേതായത് കൊണ്ടില്ല. മറ്റേ ഫിഷിംഗ് ഒക്കെ അതായത് പല ടൈപ്പിലുള്ള മീനുകളുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ തുറന്നിട്ടില്ല. എന്തായാലും ജസ്റ്റ് ഞാൻ റോപ്പ് വേയും ബോട്ടിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റോപ്പ് വേ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല രസമുള്ളൊരു യാത്രയാണ് ഇതിൽ കയറി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഇതിൽ കയറുന്ന വീഡിയോക്ക് ഞാൻ പാർട്ട് 2 നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഓൾറെഡി ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് 2 കാണുക. അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ മുഹമ്മദ് വൈൻ സൈനിങ് ഔട്ട്.